തൃപ്പയാർ കിഴക്കേനട സരയൂ തീരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. തൃപ്പയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കിഴക്കേനടയിലെ ദീപസ്തംഭവും ആറാട്ടുപുഴ പൂരം ചടങ്ങിനോടനുബന്ധിച്ച് നിർമ്മിച്ച താൽക്കാലിക അലങ്കാര ഗോപുരവും ചെളി വാരിത്തേച്ച് അലങ്കോലമാക്കി. എല്ലാ ദിവസവും വിളക്കു തെളിയിക്കുന്ന കിഴക്കേനട ആറാട്ട് കടവിനോട് ചേർന്ന് ദേവസ്വം ഭൂമിയിലുള്ള ദീപസ്തംഭത്തിന്റെ മുകളിലാണ് ചെളിവാരി നിറച്ചിരിക്കുന്നത്. തൃപ്പയാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേനടയ്ക്കിൽ നമ്മുടെ കിഴക്കേനടയിലുള്ള മറ്റ് തേവരുടെ വരവേൽക്കാനായിട്ടുണ്ടാക്കിയ നമ്മുടെ താൽക്കാലികമായിട്ടുണ്ടാക്കിയ മറ്റ് കവാടത്തിൽ ശ്രീരാമൻ്റെ ആഞ്ജനേയൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട്. അതിൽ കുറച്ച് സമൂഹ വിരോധികളായിട്ടുള്ള ആൾക്കാരെ ചളിവാരി തേക്കിയും ഇതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതിനുള്ള പരാതി നമ്മൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. തൃപ്പയാർ കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി ഇത്തവണത്തെ പൂരം പുറപ്പാട് ചടങ്ങുകളുടെ ഭാഗമായി തേവർക്ക് സ്വാഗതമേകി സ്ഥാപിച്ച അലങ്കാര ഗോപുരത്തിലെ ചിത്രങ്ങളും ചെളി വാരിത്തേച്ച് വികൃതമാക്കിയിട്ടുണ്ട്. സംഭവമറിഞ്ഞ് നിരവധി ഭക്തർ കിഴക്കേനടയിൽ തടിച്ചുകൂടി. മുൻ നാട്ടിക MLA-യും NDA സ്ഥാനാർത്ഥിയുമായ CC മുകുന്ദൻ സ്ഥലത്തെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. ശ്രീരാമക്ഷേത്രം മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിലുള്ളത്. നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ വിവിധ മേഖലയുമായി ഭക്തജനങ്ങൾ ആദരിക്കുന്ന ഒരുപാട് അമ്പലങ്ങൾ ഈ പ്രദേശത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തീരത്ത് ഇങ്ങനൊരു അപകടകരമായ സ്ഥിതിവിശേഷം ഉയർന്നപ്പോൾ തന്നെ നമുക്കൊരു അപകടകരമായ സ്ഥിതിയാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ നാളെ ഈ അമ്പലം തന്നെ ഇവിടെ നിലനിൽക്കൂ എന്നൊരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനമാണ് ഇതിൻ്റെ എതിർക്കുന്ന ആൾക്കാർ ചെയ്തത്. അവരെക്കുറിച്ച് വളരെയേറെ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ അതിശക്തമായ ഈ പറയുന്ന സ്ഥാപനം നിലനിർത്തുന്നതിന് വേണ്ടി, അമ്പലം നിലനിർത്തുന്നതിന് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ട് നിലനിർത്തുള്ള അമ്പലമാണ്. ആരാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള സത്യസന്ധമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം അതിരൂക്ഷമായ സമരങ്ങളുമായി ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഈ അമ്പലത്തിൻ്റെ സംരക്ഷണമായി മുന്നോട്ട് പോകും. മനസ്സിനെ ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇവിടുത്തെ ചില പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ഭയപ്പാട് എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഒരു പ്രീതിയാണ് അവരുടെ മനസ്സിൽ ഉയർന്നിട്ട് അതിൻ്റെ ഒരു ലക്ഷണമാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും വളരെ ജാഗ്രതയോടെ നമ്മളെല്ലാം വളരെ ഭക്തജന ജാഗ്രതയോടെ പോയില്ലെങ്കിൽ ഇവരുടെ തോന്നിവാസം നമ്മൾ എങ്ങനെയും നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ഭക്തജനങ്ങളുടെ ആവശ്യം നിറവേറ്റി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ മേഖലയിൽ ഉയർന്നു വരാൻ. അതുകൊണ്ട് ഭക്തജനോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. ഇനിയും അപകടകരമായ സൂചനകൾ ഇനി പല മേഖലയിലും ഉയർന്നു വരാൻ സാധ്യത. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇവിടെ ഭരിക്കപ്പെടുന്ന പഞ്ചായത്തിനോടും ജില്ലാ പഞ്ചായത്തിനോടും അല്ല കേരള സർക്കാരിനോടും എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാൻ. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇരിങ്ങാലക്കുട DYSP E സന്തോഷ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷ് N ശങ്കരൻ എന്നിവരും സ്ഥലത്തെത്തി. ഇപ്പോൾ ഇത്രയും വലിയ, അതായത് തൃപ്പയാറിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. ഇത്രയും വിദ്വേഷപരമായിട്ടുള്ള ഒരു കാര്യം ഭക്തജനങ്ങളെയും അതുപോലെ തന്നെ ക്ഷേത്രോപദേശ സമിതിയെയും വളരെയധികം വേദനിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഭക്തജനങ്ങളിലൂടെ കൂടി ചേർന്നിട്ടുണ്ട്. അവർ നാമജപം നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട്. ഇതിൽ ശക്തമായൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുമെന്നുള്ളത് 100% ഉറപ്പുമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ കലാപങ്ങളോ ഹൈന്ദവരുടെ വളരെ പ്രധാനപ്പെട്ട ഈ ദേവഭൂമിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന് തന്നെയായിരിക്കണം ഇതിൻ്റെ ലക്ഷ്യം. കാരണം ക്ഷേത്ര ആരാധകരുടെ അല്ലെങ്കിൽ സനാതന ധർമ്മചാരികളുടെ വളരെ പ്രധാനപ്പെട്ട ഈ നദിക്കരയിൽ ഇങ്ങനെ നമ്മൾ നടത്തുക ദേശദ്രോഹപരമായ രീതികളിൽ ദേവൻ്റെ പടത്തിൻ്റെ മുൻപിൽ ദേവന്മാരുടെ പടത്തിൻ്റെ മുകളിൽ ചെളിവാരി എറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനതയെ അവഹേളിക്കുക തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. തൃപ്പയാർ ശ്രീരാമസ്വാമി ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് നാമജപ പ്രതിഷേധം നടത്തി. കിഴക്കേനട സരയൂ തീരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.